അപ്പൊ വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. കുറച്ചും കൂടി മതിയല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചാൾ മുന്നേ അമ്മ ബോട്ടോക്സ് ചെയ്ത കണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഇന്ന് ബോട്ടോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അത് അമ്മ ബോട്ടോക്സ് ചെയ്തു, ഇന്ന് എനിക്ക് ബോട്ടോക്സ് ചെയ്യാൻ പോവാണ്. കാരണം എനിക്ക് നന്നായിട്ട് റൂട്ടൊക്കെ വളർന്ന് ഇവിടെ ഫുള്ള് കാപ്പറായിട്ട് കിടക്കണം. ഞാൻ ഫുള്ള് കോതി ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഫുൾ മുടി അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ട്രിവാൻഡ്രത്തുള്ള റോഷ്നി യൂണിസെക്സ് ബ്രൈഡ് സലൂണിലോട്ടാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. നേരെ ഞാൻ ബസ്സിൽ പോയി കവടിയാർ ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ സലൂണിലോട്ട് പോവാണ്. സോ കവടിയാർ ഇറങ്ങിയിട്ടാണ് എൻ്റെ പൊന്ന് പൊള്ളി മഴയായിരുന്നു ഗൈസ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ മഴയാണ്ടുള്ളൂ. കുറേ നാളായി സിറ്റിയിൽ മഴ പെയ്ത്, പ്രത്യേകിച്ച് കവടിയാർ സൈഡിൽ മഴ പെയ്യണം പ്രത്യേക ഒരു ഭംഗിയാണ്. അത് കണ്ടിട്ട് കുറേ നാളായി ഗൈസ്, പൊളിയായിരുന്നു. സോ നേരെ റോഷ്നി ചേച്ചിയുടെ അവിടെ എത്തി. ശാസ്തമംഗലത്താണ് സ്ഥലം. കുറച്ച് മഴ നനഞ്ഞ് അപ്പം തന്നെ മുടി ഏകദേശം ഒന്ന് ചുരുണ്ട്. സോ നേരെ ഇതാണ് ഇപ്പം എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി, നല്ല ചുരുണ്ട് കിടപ്പുണ്ട്. ആക്ച്വലി ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വെള്ളം തന്നെയാണെങ്കിൽ പെരിക്കാലിട്ടയില്ലേ വലിയ അട്ട, ആ അട്ട മുടിയിൽ കെട്ടി തൂങ്ങി കിടക്കും. ഇപ്പോൾ ഫുൾ ഉള്ളിലോട്ട് നല്ല രീതിക്ക് ചുരുണ്ട്. പിന്നെ ക്രൗൺ ഏരിയയും ചുരുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ ഇതിനകത്തെ ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സോ കെരാറ്റിനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുടി ചുരുണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. എനിക്കിങ്ങനെ മുടി ഇങ്ങനെ നിവർന്ന് കിടക്കണം. എനിക്കതാണ് കുറച്ചുകൂടെ ചേർന്നെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് കേളി ഹെയർ പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഗൈസ്. ചെയ്താലും അതത്ര വൃത്തി കിട്ടൂല. ഓക്കെ, പിന്നെ ഞാൻ നേരെ പോയി നമ്മൾ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ ഉണക്കിയതിന് ശേഷം നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യും. പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന MK എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. അതൊരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഇതാണ് ദിവ്യ കേട്ടോ. ദിവ്യയാണ് എപ്പോഴും ചെയ്യുന്നത്, ഹെയറൊക്കെ എനിക്ക് ചെയ്യുന്നത് പൊളിയാണ്. ദിവ്യയുടെ സർവീസ് പൊളിയാണ്. എനിക്ക് ദിവ്യയെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ദിവ്യ ചെയ്യുന്നത്. ആൻഡ് ഫുള്ള് ഹെയറിലും നല്ല രീതിക്ക് ക്രീം എടുക്കുകയാണ്. ആൻഡ് ഈ ഒരു ക്രീമിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട്, ക്രീം എടുക്കുന്നതിൻ്റെ ML അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോട്ടോക്സിൻ്റെ റേറ്റ് വരുന്നത്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് MKയുടെ പ്രോഡക്റ്റ്. ഞാൻ ഫസ്റ്റായിട്ടും MKയുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ സൂപ്പറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഗൈസ്, ഈ ഒരു MKയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൊമാൽഡിഹൈഡ് ഫ്രീ ആയിട്ടുള്ള 100% ഫൊമാൽഡിഹൈഡ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫിനായാലും ക്ലയൻറ്റിനായാലും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ റോഷ്നേച്ചിൽ അവിടെ തന്നെ പോണത് കേട്ടോ. കാരണം MKയുടെ പ്രോഡക്റ്റ്സ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ പൊളിയായിട്ട് കിടക്കും. ആൻഡ് ഓൾസോ ഒരു പ്രശ്നവും നമ്മുടെ ഹെയറിനോ നമ്മുടെ നമ്മുടെ സ്കിന്നിനോ അങ്ങനെ ഒരു സൈഡ് എഫക്ട്സും വരില്ല. സോ ഇത് 1 മണിക്കൂർ ക്രീം തേച്ച് വയ്ക്കും. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മറ്റേ ഉറയൊക്കെ ഇട്ടാണ് വയ്ക്കണം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം എഗെയിൻ ജസ്റ്റ് ഹെയർ ഒന്ന് ഉണങ്ങിയിട്ടില്ലാന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ അയണിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ട് അയണിങ് നല്ല രീതിക്ക് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഹെയർ സെറ്റായിട്ട് കിടക്കുന്നത്. അപ്പം എനിക്കിപ്പം റൂട്ട് വളർന്നുകൊണ്ട് അയണിങ് ചെയ്യുമ്പം കുറച്ച് ലെങ്ത് കൂടും. പക്ഷെ ഞാൻ തുമ്പ് പോലും ട്രിം ചെയ്തില്ലായിരുന്നു. കാരണം എനിക്ക് വെട്ടണ്ട, എനിക്ക് ലെങ്തായിട്ട് കിടക്കട്ടെ അന്ന് ഞാൻ വളർത്താൻ തീരുമാനിച്ചു ഗൈസ്. പക്ഷേ ചില സമയത്ത് എൻ്റെ സൈക്കോ ഉണർന്നിട്ട് പറയും വെട്ട്, ക്രാപ്പടി, ഷോർട്ട് ഹെയർ ആക്കുന്നു. സോ ഇത് നമ്മൾ ഫുൾ അയൺ ചെയ്തിട്ടുള്ള ഹെയർ ആണ്. ഇച്ചിരി ഭയങ്കര സ്റ്റിഫായിട്ടാണ് കിടക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോഴാണ് ഹെയർ കുറച്ചുകൂടെ സൂപ്പറായിട്ട് കിടക്കുന്നത്.
ഇതാണ് നമ്മുടെ ലുക്ക് ഹെയറിൻ്റെ. വാഷ് ചെയ്യുന്നതിന് മുമ്പാണ്, അതായത് നമ്മൾ അയണിങ് ചെയ്തതിന് ശേഷം ഉള്ള ഹെയറാണ്. ഇനി എടുത്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടെ ലുക്ക് കിട്ടുന്നത്. ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഹെയറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മാനേജബിളാണ് ബോട്ടോക്സ് ചെയ്താൽ. ആൻഡ് നമ്മൾ ഫ്രിസിനെസ് ഇല്ല, ഡ്രൈനെസ് ഇല്ല, നമ്മൾ ഒന്നുമില്ല. ജസ്റ്റ് കോതയും വേണ്ട, വാരി പിടിച്ചാലും മൂലയെ കെട്ടി വെച്ചിരുന്നാൽ മതി. ഒരു ശല്യമില്ല മുടിയെ കൊണ്ട്. എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ശല്യമാണ് മുടി. ഓക്കെ, പണ്ടേ ശല്യമാണ് മുടി എന്ന് പറയണത്. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം, ബോട്ടോക്സ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ്. എനിക്ക് നല്ല വോളിയം ഉണ്ട് ഇപ്പം, ആൻഡ് ലെങ്തിലും കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കൂല ഞാൻ എനിക്ക് റൂട്ട് വളർന്ന് പറയുമ്പോൾ, കാരണം ചുരുണ്ട് കിടക്കൊണ്ട് അറിയില്ല. ഇത് എനിക്ക് ബോട്ടോക്സ് ഒക്കെ ചെയ്തിടുമ്പോഴാണ് അയ്യോ കുറച്ചുകൂടെ നീളം വെച്ച കാര്യം മനസ്സിലാവുന്നത്. സോ ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീട്ടിൽ പോയിട്ട് കുത്തിയിരുന്നെടുക്കാം ഗൈസ്. കമോൺ, വീട്ടിൽ പോയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് 10 പറയാനുണ്ട് ഗൈസ്. സോ ഗൈസ്, ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതെൻ്റെ 4ാമത്തെ ഹെയർ ബോട്ടോക്സ് ആണ് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു സലൂണാണ് ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം റോഷ്നീച്ചിയുടെ അടുത്താണ് പോയി ചെയ്യുന്നത്. ഞാൻ അവിടെ പോയി ചെയ്യുന്നതിൻ്റെ 1ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റാണ്. MK എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പല സലൂണിൽ പോകുമ്പോഴും അവരെടുക്കുന്ന പ്രോഡക്റ്റ്സ് നമ്മളെ കാണിക്കാറേ ഇല്ല. ഏത് പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമ്മളെ ഹെയറിൽ യൂസ് ചെയ്യുന്ന അവർ കാണിക്കാറില്ല. എനിക്ക് റോഷ്നീച്ചിയുടെ വെച്ചാൽ നമ്മൾ MKയുടെ പ്രോഡക്ട്സ് എടുക്കുന്നത് അവർ നമുക്ക് കാണിച്ചു തരും. 10 ml എടുത്ത് ഫസ്റ്റ് 10 ml, സെക്കൻഡ് 10 ml, മീൻസ് എത്രയാണ് ML വേണ്ടതുള്ളത്. എനിക്ക് 30 or 35 40 ml ആയി ഫുൾ ഹെയറിന് അപ്ലൈ ചെയ്തത്. സോ അങ്ങനെയാണ് നമുക്ക് ഓരോ ML അനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ ബോട്ടോക്സ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ്. സ്റ്റാർട്ടിങ് 6,000 ആണ്, 6,000 സംതിങ് ആണ്. കാരണം ഇതിൽ കുറഞ്ഞ പൈസയ്ക്ക് പല സ്ഥലങ്ങളിലും ചെയ്യും, ഒരു പ്രശ്നമില്ല. പല സ്ഥലങ്ങളിലും ഇതിൽ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യും. പക്ഷേ പ്രോഡക്റ്റ് നോക്കുക, MKയുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്ന, ഫോമാൽഡിഹൈഡ് ഇല്ലാത്ത. ചിലർക്കറിയാം ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ ചിലർക്ക് സ്കാൽപ്പ് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും, കണ്ണ് ഭയങ്കര നീറ്റിലായിരിക്കും, മുഖമൊക്കെ ചൊറിച്ചിലായിരിക്കും, രാവിലെ കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണൊക്കെ ഭയങ്കര പഫി ആയിട്ടിരിക്കും. കാരണം ബോട്ടോക്സിൻ്റെ ഭയങ്കര ഫോമാൽഡിഹൈഡുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന റിയാക്ഷനാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ. സോ അങ്ങനെ ഒരു സംഭവമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ MKയുടെ പ്രോഡക്റ്റ്സ് നിങ്ങളിത് ട്രൈ ചെയ്യാൻ പറയണത്. MKയുടെ ഇതിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. ഞാൻ ലാസ്റ്റ് ചെയ്ത ഡിസംബർ 2023 ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. ഇപ്പം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 6 മാസമായി. കറക്റ്റ് 6 മാസമായി. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കായി, 6 മാസമായി. എനിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാം, ഒരിക്കലും ബോട്ടോക്സ് ചെയ്ത് ശേഷം വന്നതിന് ശേഷം നിങ്ങൾ എണ്ണ തേക്കാൻ പാടില്ല. കാരണം എണ്ണയുടെ ആവശ്യം നമ്മുടെ ഹെയറിനില്ല. പിന്നെ അവർ തരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന MKയുടെ തന്നെ ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ ചിലപ്പം വേരി ചെയ്യാറുണ്ട്, വെല്ലയുടെ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നല്ലതാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഹെയർ ഭയങ്കര ഫ്രിസി ആക്കുന്നോ ഡ്രൈ ആക്കുന്നതായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യൂല. ഗൈസ്, ബോട്ടോക്സ് ചെയ്താൽ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ എന്ന കാര്യം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആദ്യം നമുക്ക് ആഫ്റ്റർ കെയർ നോക്കാം. സോ ആഫ്റ്റർ കെയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓയിൽ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. ബിക്കോസ് ഇപ്പം നമ്മുടെ ഹെയറിൽ ഓയിൽ ഇടേണ്ട യാതൊരു വെച്ചാൽ എങ്കിൽ ഓയിൽ ഇടേണ്ടി നമ്മുടെ ഹെയർ പഴയ ടെക്സ്ചറിലോട്ട് പോകും. അപ്പോൾ ഓയിൽ ഇടാനോ ഹെയറിൽ മാസ്ക് ഇടാനോ ഹെയറിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടീഷണേഴ്സോ സിറോ ഒന്നും ഒരു 1 to 2 വീക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് ഷാമ്പൂ ആണോ നിങ്ങളടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ MKയുടെ ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യണം. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ വെല്ലയുടെയൊക്കെ യൂസ് ചെയ്യും, വെല്ല, പിന്നെ അർഗൻ ഓയിലിൻ്റെ ഒക്കെ അതൊക്കെ യൂസ് ചെയ്യും. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെയർ ഡ്രൈ ആക്കാത്ത സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം ഹെയർ ഡ്രൈ ആക്കും തോറും ഹെയർ തുഴഞ്ഞുകൊണ്ടിരിക്കും, ഫ്രിസിനെസ് കൂടിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പിന്നെ എന്ന് പറയുന്നത്, ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചോദിക്കും മുടി വാരി കെട്ടാമോ എന്ന്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒന്നും മുടി വാരി കെട്ടണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് മുടി വാരി കെട്ടിയേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രഞ്ചീസ് ഉപയോഗിച്ചിട്ട് ഹെയർ ഒന്ന് ടൈ ചെയ്ത് വയ്ക്കാം. പിന്നെ കുളിക്കാമെന്ന് വെച്ചാൽ ഇന്നാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തത്. അപ്പം ഞാൻ ഇനി 3 days കഴിഞ്ഞിട്ടായിരിക്കും ഹെയർ വാഷ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇന്ന് 24 ആണെന്നുണ്ടെങ്കിൽ 25, 26, 27 നൈറ്റോ ഉച്ചയ്ക്കും മിഡ് നൈറ്റ് ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം നന്നായിട്ട് ഹെയർ ഷാമ്പൂ, കണ്ടീഷണറൊക്കെ വാഷ് ചെയ്തിട്ട്, കാരണം എൻ്റെ അടുത്ത് 2 days കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, അതിനുശേഷം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് സിറംസ്. ഞാൻ ആദ്യമേ പറയാം, ഒരിക്കലും ചാടി കയറി റോസ്മേറി സിറം ഓയിൽ, റോസ്മേറി സ്പ്രേ എന്ന് വാരി തേക്കരുത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
എനിക്ക് റോസ്മേരി, എസ്പെഷ്യലി എനിക്ക് ആൽഗുന്നസിൻ്റെ റോസ്മേരി വാട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആപ്ലിക്കേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഇങ്ങനെ അടിച്ചിരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് തലയിൽ ഇങ്ങനെ അടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര റൂട്ട് വളർന്നു വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചേക്കാളും നല്ല രീതിക്ക് റൂട്ടിന് എനിക്കൊരു 3 ഇഞ്ച് വരെ റൂട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ബാക്കിൽ നല്ല രീതിക്ക് റൂട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ റൂട്ട് വളർന്ന പ്രശ്നം വെച്ചാൽ എഗെയിൻ വളർന്നു വരുന്ന ചുണ്ടിൻ്റെ മുടിയാണ് നമ്മൾ എഗെയിൻ പോയി ചെയ്യേണ്ടി വരും. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഹെയർ ഗ്രോത്തിനുള്ള കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് കാലത്തേക്ക് ഹെയർ ഗ്രോത്ത് വേണ്ടാന്ന് വിചാരിക്കും. 3-4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഹെയർ ഗ്രോത്തിനുള്ള സാധനങ്ങൾ ഇട്ടോ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് എൻ്റെ ബോട്ടോക്സ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു 4 തവണ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ സ്മൂത്തനിങ്. കാരണം എൻ്റെ മുടി പൊട്ടി, ഞാനൊരു പരുവായി. എനിക്ക് ആ ടൈം എനിക്ക് ആലോചിക്കാൻ കൂടെ അങ്ങനത്തെ കോലം കെട്ട ഒരു പരിപാടി എൻ്റെ മുടി. അപ്പം എനിക്ക് സ്മൂത്തനിങ് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. ഭയങ്കര കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ചോദിക്കും കെരാറ്റിനും ബോട്ടോക്സും എന്താ പാലും മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. നമുക്ക് കെമിക്കലില്ല, ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനൊന്നും ബാധിക്കാത്ത നല്ല പ്രോഡക്റ്റ് ഇട്ടായിരിക്കും നല്ല പ്രോഡക്റ്റാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കെരാറ്റിൻ ഞാൻ ചെയ്തു. കെരാറ്റിൻ എനിക്ക് നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എസ്പെഷ്യലി ഞാൻ റോഷ്നേച്ചിയുടെ അടുത്ത് ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 3ാമത്തെ തവണയാണ് ബോട്ടോക്സ് ചെയ്തത്. എനിക്ക് മുടി കൊഴിച്ചിലില്ല, മുടി പൊട്ടലില്ല. എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്, വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസിയുടെ മുടി കൊഴിച്ചിലുള്ളൂ. അത് കുഴപ്പമില്ല, കാരണം സപ്ലിമെൻറ്റ്സ് എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ബ്രേക്കേജ് ഇല്ല, എനിക്ക് ഫ്രിസിനെസ് ഇല്ല, ഡ്രൈനെസ്. എനിക്ക് വളർന്നു വരുന്ന മുടിക്ക് മാത്രമേ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് പറയുകയാണ് പിന്നെ ഞാൻ റോഷ്നേച്ചിയുടെ മെയിനായിട്ട് പോലുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് MK, ഞാൻ പറഞ്ഞിട്ടുണ്ട് MKയുടെ പ്രോഡക്റ്റ്സ് ഫോർമാലിഡിഹൈഡ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിന് പ്രശ്നമില്ല, നമ്മുടെ ഫ്യൂച്ചറിൽ സ്കാൽപ്പിന് പ്രശ്നമില്ല, സ്കിന്നിന് പ്രശ്നമില്ല, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ വേണ്ടിയിട്ട് പോകില്ല. സോ ഫോർമാലിഡിഹൈഡ് ഇല്ലാത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യണതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എത്രയാണ് റേറ്റ് എന്ന്. അക്കോർഡിംഗ് ടു ദ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇപ്പം ml-അനുസരിച്ചാണ്. സ്റ്റാർട്ടിങ് വന്നിട്ട് 6000 ആണ് റോഷ്നേച്ചിയുടെ അവിടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓരോരോ എത്രയാണോ ഞാൻ എടുക്കുന്നത്, അതായത് നമുക്കിപ്പം എനിക്ക് റോഷ്നേച്ചിയുടെ അവിടെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് കാണിച്ചു തരും എത്ര പ്രോഡക്റ്റ് അവർ എടുക്കുന്നു, ഏത് ബ്രാൻഡാണ് അവർ. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് വെച്ചിട്ടാണ് അവർ പ്രോഡക്റ്റ് ഒളിപ്പിച്ച് വെച്ചത്. പല സലൂണിലും ഒളിപ്പിച്ച് വെച്ചാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചോ. അതായത് അവർ മാറ്റി വയ്ക്കും പ്രോഡക്റ്റ്. അതിൽ ചാത്തം പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ തലമുടിയിൽ ചെയ്തിട്ട് 4 ടൺ നിങ്ങൾ മൊട്ടയാവും, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളെ നല്ല രീതിക്ക് പൈസ വാങ്ങും. ഇതെന്ന് വെച്ചാൽ നമ്മളെ കൺമുന്നിലൊന്നും പ്രോഡക്റ്റ് അളന്ന് ഒഴിച്ചെടുക്കും എത്ര ml ആണെന്ന്. എനിക്ക് 30 or 40 ml ഉണ്ട് ആയി. അപ്പോൾ ml-അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് MKയുടെ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഒരു 3000 or 4000 or 5000 ചെയ്യാൻ പറ്റൂല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെയറിന് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് MKയുടെ ബോട്ടോക്സ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ റോഷ്നേച്ചിലാകുമ്പോൾ MK വിട്ടിട്ട് ഒരു പരിപാടിയില്ല, MKയുടെ തന്നെ ചെയ്യും. സോ നമ്മുടെ ഹെയറിനും ഒരു സീനും ഇല്ല. പിന്നെ ഇപ്പോഴും പറയാണ് മുടിയുടെ ലെങ്തും മുടിയുടെ ഓളിയൊക്കെ അനുസരിച്ചിട്ടാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എത്രയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ സലൂണിൽ പോയിട്ട് കാണിച്ചാലേ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ്. അതും MKയുടെ പ്രോഡക്റ്റ്സ് തന്നെ വെച്ച് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഹെയർ സൂപ്പർ ഹെൽത്തി ആയിട്ടിരിക്കും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക MKയുടെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ബൈ.